അല്ല, സത്യനെന്താ ആലോചിക്കുന്നേ? എന്നെ ഇവിടെ നിന്ന് എങ്ങനെ മാറ്റി നിർത്തുകയെന്നാണോ? എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല സത്യ. പെട്ടെന്ന് നല്ലൊരു ജോലി കിട്ടാൻ നിനക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? വരട്ടെ ശ്യാമേ. നമ്മളാരും പുറത്തുപോയി ജോലി ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാ ഞാൻ ആലോചിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ ഒരുമിച്ചുള്ളതിനൊരു സുഖമുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഞാൻ പുറത്തുപോയി ജോലി ചെയ്യുന്നതിൽ സോനയ്ക്കും വലിയ താല്പര്യമില്ല. എന്നുവെച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ട് നമ്മുടെ രണ്ടുപേരുടെയും നല്ല സമയം ഇവിടെ ഇരുന്ന് തീർത്താൽ ഭാവിയിൽ നിരാശപ്പെടേണ്ടി വരും. സത്യ, ഒരു മിനിറ്റ്. ഹലോ, പറഞ്ഞോളൂ. നിനക്ക് അങ്ങനെ ഒരു നല്ല ജോലി കിട്ടുവാണെങ്കിൽ ട്രാവൽസ് നമുക്ക് ശ്യാമിനെ ഏൽപ്പിക്കാം. അവനും ഒരു നിലനിൽപ്പുണ്ടാവൂല്ലോടാ. നമ്മുടെ സോനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ലേ? സത്യ, അത് ട്രിപ്പിന് വേണ്ടിയുള്ള എൻക്വയറിയാ. തൽക്കാലം ഒഴിവാക്കി. പിന്നെ എനിക്ക് നല്ലൊരു ജോലിക്കുള്ള ഓഫർ വന്നിട്ടുണ്ട് ശ്യാമ. ഞാനിപ്പോൾ അത് വേണോ വേണ്ടോ എന്ന് ആലോചിക്കായിരുന്നു. നല്ല സാലറി കിട്ടുന്ന ജോലിയാണെങ്കിൽ വിട്ടുകളയണ്ട. കഷ്ടപ്പാടുള്ള ജോലിയാണെങ്കിൽ എടുക്കുകയും വേണ്ട. അത്ര കഷ്ടപ്പാടുള്ള ജോലിയൊന്നുമല്ല. എല്ലാ സൗകര്യങ്ങളോടും കൂടി അന്തസ്സോടെ ചെയ്യാവുന്ന ജോലിയാണ്. എന്നാൽ മറ്റൊരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ഞാൻ അതിന് അർഹനാണോ എന്നുള്ള ചിന്തയും ഉണ്ട്. ഏയ്, അതൊരുപാടൊന്നും ആലോചിച്ച് നടക്കില്ല സത്യ. നമ്മുടെ സാഹചര്യം വെച്ച് വിലയിരുത്തണം സത്യ. നീ ജോലി എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം. വിശദമായി ഞാൻ പിന്നെ പറയാം ശ്യാം. ആദ്യം ഞാൻ പോയി ഒരാളെ കണ്ടിട്ട് വരട്ടെ. അദ്ദേഹം എന്ത് പറയുന്നു എന്ന് കേട്ടിട്ട് മാത്രമേ ബാക്കി തീരുമാനിക്കാൻ പറ്റൂ.